എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് റോബോട്ട്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. എന്താണ് റോബോട്ട്? ലളിതമായി പറഞ്ഞാൽ റോബോട്ട് എന്നത് മനുഷ്യർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഇതിനനുസരിച്ച് സ്വയമായി പ്രവർത്തിക്കാനും കഴിയുന്ന യന്ത്രത്തെയാണ് അല്ലെങ്കിൽ മെഷീനെയാണ് റോബോട്ട് എന്ന് നമ്മൾ പറയുന്നത്. റോബോട്ട് സാധാരണ ഒരു യന്ത്രമല്ല, ഒരു മെഷീൻ അല്ല. അതിനെ സംബന്ധിച്ചോളം അതിന് രണ്ട് പാർട്ടുണ്ട്. ഒന്ന് ഹാർഡ്വെയറും രണ്ട് സോഫ്റ്റ്വെയറും. ഇതിൽ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബോഡി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനെ ഫിസിക്കൽ നമുക്ക് കാണാൻ പറ്റുന്ന, അതിനെ ഫിസിക്കലായി നമുക്ക് തൊടാൻ പറ്റുന്ന ആ ഒരു ഭാഗമാണ് ഇതിൻ്റെ ഹാർഡ്വെയർ എന്നത്. സോഫ്റ്റ്വെയർ എന്നത് ഈ റോബോട്ട് എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അതിനെ തീരുമാനിക്കുന്ന, അതിൻ്റെ പ്രോഗ്രാം അല്ലെങ്കിൽ അതിൻ്റെ ബ്രെയിനാണ് സോഫ്റ്റ്വെയർ എന്നത്. എങ്ങനെയാണ് റോബോട്ടുകൾ പ്രവർത്തിക്കുന്നത്? മനുഷ്യരെ സംബന്ധിച്ചോളം നമുക്ക് കണ്ണ്, ചെവി ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചുറ്റുപാടുകളെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ റോബോട്ടിനും ചുറ്റുപാടുകളെ അറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ ക്യാമറ, മൈക്രോഫോൺ, പിന്നെ സെൻസറുകൾ. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കാരണം. നമ്മുടെ മനസ്സിൽ റോബോട്ട് എന്ന് പറയുമ്പോൾ കൈയും കാലുമുള്ള, കണ്ണുള്ള, സംസാരിക്കാനും കഴിയുന്ന ഒരു യന്ത്രത്തിനെയാണ് നമ്മുടെ മനസ്സിൽ റോബോട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇത് മാത്രമല്ല റോബോട്ട് എന്ന് നാം ഓർക്കുക. ഇത്തരത്തിലുള്ള നമ്മുടെ ചിന്തയിലുള്ള റോബോട്ടിനെ ഹ്യൂമനോയിഡ് റോബോട്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. റോബോട്ടിൻ്റെ ഒരു ഉപയോഗം എന്നത് മനുഷ്യരുടെ ജോലി വളരെ വേഗത്തിൽ തീർക്കാനും വളരെ അപകടം പിടിച്ച ജോലികൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് റോബോട്ടുകളെ മനുഷ്യൻ ആശ്രയിക്കുന്നത്. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉപയോഗിക്കുന്ന റോബോട്ടുകൾ, അതിനുദാഹരണമാണ് കാർ അസംബ്ലിങ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന റോബോട്ട്. അതിനെ സംബന്ധിച്ചോളം കാറിൻ്റെ പല പല പാർട്സുകളെ ഒന്നാക്കി മാറ്റുന്നതാണ് അതിൻ്റെ ജോലി എന്ന്. അതുപോലെ ഇൻഡസ്ട്രികളിൽ ഉപയോഗിക്കുന്ന ഒരുപാട് റോബോട്ടിക് ആമുകളുണ്ട്. പിന്നെയാണ് ഡൊമസ്റ്റിക് റോബോട്ട്. ഇതിനുദാഹരണമാണ് വീടുകളിൽ ഉപയോഗിക്കുന്ന വാക്വം ക്ലീനർ റോബോട്ട്. അതിനെ സംബന്ധിച്ചോളം അത് വീട്ടിലെ പൊടികളെല്ലാം വൃത്തിയാക്കും. എങ്കിലും അതിന് കേടുപാടുകൾ സംഭവിക്കാതെ ചുവരുകളിൽ അല്ലെങ്കിൽ ഭിത്തികളിലൊന്നും തട്ടാതെ തന്നെ അതിൻ്റെ ആ ഒരു പ്രവർത്തനം അത് കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ റോബോട്ടുകൾ എന്നുള്ളത് അങ്ങനെ വിവിധ തരത്തിലുണ്ട് എന്നുള്ളതും നാം ഓർക്കുക. മനുഷ്യനെ പോലെ ഇരിക്കുന്നതും സംസാരിക്കാൻ കഴിയുന്നതുമാണ് റോബോട്ട് എന്നുള്ള ആ ഒരു ധാരണ നമ്മൾ ആദ്യം തന്നെ മാറ്റുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റോബോട്ട് എന്നതൊരു മെഷീനാണ്. അതുമാത്രമല്ല, റോബോട്ട് പലതരത്തിലുണ്ട് എന്ന് ഓർക്കണം. എന്താണ് വളരെ ലളിതമായ റോബോട്ട് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവച്ചത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വിഷയവുമായി കാണാം. ബൈ.